യെസ് സ്റ്റുഡൻസ്, മക്കളെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമ്മൾ കയറുകയാണ്. അതായത് 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇപ്പം ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വരിക ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഇനി കാണും എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നാണ്. സോ നോക്കുക എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. The total number of anti-bonding molecular orbitals and formed from 2s and 2p atomic orbitals in a diatomic molecule. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂളിൽ 2s ഓവർലാപ്പ് ചെയ്താലും 2p ഓവർലാപ്പ് ചെയ്താലും നമുക്ക് എത്ര ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 2s ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് കിട്ടുക. ഒന്ന് സിഗ്മ 2sഉം മറ്റൊന്ന് സിഗ്മ സ്റ്റാർ 2sഉം. ഇനി 2p ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ 6 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. അതിലേതൊക്കെയാണുള്ളത്? ഒന്ന് സിഗ്മ 2pz ആണ്. പിന്നെ നമുക്കറിയാം പൈ 2px ഉണ്ട്, പൈ 2py ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ്? പൈ സ്റ്റാർ 2px ഉണ്ട്, പൈ സ്റ്റാർ 2py ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നതോ സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളതാണ്. സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ് ആണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടെ നിന്ന് നമുക്ക് 3 എണ്ണവും ഇവിടെ നിന്ന് നമുക്ക് 1 കിട്ടുക. സോ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 4. സോ മക്കളെ ഇതിൻ്റെ ആൻസർ 4. താങ്ക് യു.